എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോ അവനാണെങ്കിൽ അവന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. അവന്റെ ഒപ്പം തന്നെ റുഖിയയും അവന് കട്ട സപ്പോർട്ട് കൊടുത്ത് അവനോടൊപ്പം തന്നെ ഉണ്ട്. ഇവിടെ ആ ഒരു ഹോള് അതാണെങ്കിൽ അവന്റെ രണ്ട് സിസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ രണ്ട് കയ്യിലും അവരങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അതിന്റെ നേർക്ക് ചാടി വീണ് അതിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ഒരു സിസ്റ്ററിനെ അങ്ങനെ മോചിപ്പിച്ചെടുക്കും. പക്ഷെ കരീൻ അവളാണെങ്കിൽ ഇപ്പോഴും അതിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോഴായിരിക്കും ഹീറോ അവൻ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ രൂപം അത് വീണ്ടും കാണാം. അവൻ തിരിച്ചറിയും ചെറുപ്പത്തില് അവനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ഹോളോ തന്നെയാണ്. ഇതേ പെൺകുട്ടിയുടെ രൂപം കാണിച്ചാണ് അന്ന് ഹീറോയെ ചതിച്ച് അവന്റെ അമ്മയുടെ ജീവൻ അതെടുത്തത്. ആ ഹോലോ ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. എനിക്ക് നിന്നെ കഴിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ട്രാപ്പിൽ വീണത് നിന്റെ അമ്മയായിരുന്നു. പക്ഷേ നിന്റെ അമ്മയ്ക്കും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അതിപ്പോ ഇച്ചിഗോയുടെ നേർക്ക് വരും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യവും വെറുപ്പും ഹാർട്ട് ബീറ്റും അതങ്ങനെ കൂടി കൂടി വരും. ഒരു കാരണവശാലും എന്റെ അമ്മയെ നശിപ്പിച്ചു കളഞ്ഞ ഇതിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീറോയും ഇപ്പോ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ അതാണെങ്കിൽ ഒരു സാധാരണ ഹോളോ അല്ല, അതിന് ഭയങ്കര പവറാണ്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഫൈറ്റ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അതുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. റുഖിയാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ ഹോളോ അത് അതിന്റെ കൈ മടക്കി റുഖിയ അട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം അതിന്റെ കയ്യിലുണ്ടായിരുന്ന കരീനെ അത് കഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ആ സോൾ റീപ്പർ അവൻ ചാടി വീണ് ഇപ്പോ ആ ഒരു ഹോളോയുടെ കൈ അത് വെട്ടിയെറിയാണ്. സോൾ റീപ്പർ ആണെങ്കിൽ അപകടത്തിൽപ്പെട്ട കരീനെ അവളെ സേഫായി താഴെ ഇറക്കും. പക്ഷെ അപ്പോഴും ആ ഹോളോ അതാണെങ്കിൽ കരീനെ വിടാതെ അവളുടെ പിന്നാലെ തന്നെ വരും. അതിനാ സോൾ റീപ്പർ ആളങ്ങനെ ചാടി വീണ് അതുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ആ സോൾ റീപ്പർ അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ട്. അതിനാ സോൾ റീപ്പർ പറയും, ഒരു കാരണവശാലും ഹോളോസിനെ ഞങ്ങൾ സോൾ റീപ്പേഴ്സ് വെറുതെ വിടില്ല. ഞങ്ങളുടെ പ്രധാന ശത്രുക്കൾ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹോളോസ് ആണ്. അത്രയും പറഞ്ഞ് അവനാണെങ്കിൽ അൺകോൺഷ്യസ് ആയി താഴേക്ക് വീഴും. റുഖിയാണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ അല്പസമയം കഴിയുമ്പോഴേക്കും കൂർക്കം വലിക്കാൻ തുടങ്ങും. ഹീറോ ആണെങ്കിൽ ആ മോഡ് സോളിനോട് അവന്റെ സിസ്റ്റേഴ്സിനെ അവിടുന്ന് കൊണ്ടുപോകാൻ പറയും. അവർക്ക് യാതൊരു കുഴപ്പവും പറ്റാൻ പാടില്ല, എത്രയും വേഗം അവരെ സേഫ് ആക്കി വീട്ടിലെത്തിക്കണം. അത് കേട്ട് അവനും അവരുമായിട്ട് വീട്ടിലേക്ക് പോവും. ഹീറോ ആണെങ്കിൽ വീണ്ടും അവന്റെ സ്ക്വാഡ് കയ്യിലെടുക്കും. അത് കണ്ട് റുഖിയ അവനെ തടയാണ്. പ്ലീസ്, ദയവ് ചെയ്ത് നീ അതുമായിട്ട് ഫൈറ്റ് ചെയ്യരുത്. നീ കരുതും പോലെ അതൊരു നിസ്സാരപ്പെട്ട ഹോളോ അല്ല, വളരെയധികം കെയർഫുൾ ആയിരിക്കണം അതുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ. അതുകൊണ്ട് ആ ഒരു ഹോളോയുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം. അതിന് ഹീറോ ആണെങ്കിൽ അവളെ ദൂരേക്ക് മാറ്റി നിർത്തി പറയും, നീ ഇപ്പോൾ ഒരു ഹോളോ റീപ്പർ അല്ല, നിനക്കൊരിക്കലും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അതിനെ ഫൈറ്റ് ചെയ്ത് നശിപ്പിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനവന്റെ സ്ക്വാഡുമായി അതിനു നേരെ അങ്ങനെ ഓടി അടുക്കും. അതേസമയം ഇവിടെ ആ മോഡ് സോള് അതാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇച്ചിക്കോയെ പോലെ അഭിനയിച്ച് അവന്റെ സിസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ ഹീറോ അവനാണെങ്കിൽ സർവ്വശക്തിയും ധൈര്യമൊക്കെ സംഭരിച്ച് ആ ഒരു ഹോളോട് അടുത്തെത്തി കഴിഞ്ഞു. ഹോളോ ആണെങ്കിൽ അവനോട് പറയും, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു ടെമ്പററി സോൾ റീപ്പർ ആയിട്ട് പോലും നിന്റെ കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്. സോ നിന്നെയാണ് എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. ഇന്ന് എന്റെ ആഗ്രഹം അത് നിറവേറുന്നു പറഞ്ഞ് ആ ഹോളോ ആണെങ്കിൽ വമ്പൻ ഹാപ്പി ആയിട്ട് നിൽക്കും. ഹീറോയുടെ മനസ്സിലേക്ക് അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ സിസ്റ്റേഴ്സ് അവരെത്രമാത്രം വിഷമിച്ചുവെന്നും ദുഃഖിച്ചുവെന്നും കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അതങ്ങനെ ഓർമ്മ വരികയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ ഫുൾ പവറിൽ ആ ഹോളോവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഹോളോയുടെ ഒരു അറ്റാക്കില് ഹീറോയ്ക്ക് പരുക്ക് പറ്റുകയാണ്. റുഖിയാണെങ്കിൽ ഹീറോയെ സഹായിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടി വരും. അതിന് ഹീറോ നിലവിളിച്ച് പറയും, റുഖിയ ഒരു കാരണവശാലും എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല, എന്ത് വില കൊടുത്തും ഞാനിതിനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ അതിന്റെ അടുത്തേക്ക് അടുക്കും. ആ നിമിഷം ആ ഹോലോ അവനിപ്പോ ഇച്ചികോടെ അമ്മയെ പോലെ ആയി തീരാണ്. ഹോലോ ആണെങ്കിൽ ഹീറോയോട് പറയും, എനിക്കറിയാം ഓരോ സോൾ റീപ്പേഴ്സിന്റെയും വീക്ക് പോയിന്റ് എന്താണെന്ന്. അത് മനസ്സിലാക്കിയാണ് ഞാൻ അവരെ തകർത്തില്ലാതാക്കുക. നിന്റെ വീക്ക് പോയിന്റ് നിന്റെ അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ റുഖിയയ്ക്കാണെങ്കിൽ അവളുടെ മാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഇപ്പൊ ഇച്ചിഗോ അവൻ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ അഭിമാനത്തിന് വേണ്ടിയാണ്. ഒരു കാരണവശാലും അവന്റെ അമ്മയെ കൊന്നവനെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം. റുഖിയാണെങ്കിൽ ഇച്ചിഗോയെ അവൻ എങ്ങനെയെങ്കിലും ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇച്ചിഗോ അവനതെല്ലാം തന്നെ മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്.
ഉടനെ ആ ഹോലോവൻ അതാണെങ്കിൽ അവന്റെ അമ്മയുടെ രൂപത്തിൽ വന്ന് ഹീറോയെ അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. വീണ്ടും അവനെ ഒരു ചതിയിലൂടെ കീഴടക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഹീറോ അവന്റെ അമ്മയുടെ ആ രൂപത്തിൽ തന്നെ അങ്ങനെ തകർത്ത് കളയാണ്. ആ ഹോലോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം ഹീറോയുടെ വീക്ക് പോയിന്റ് അത് അവന്റെ അമ്മയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു വീക്ക് പോയിന്റ് തന്നെ തകർത്തില്ലാതാക്കി മാറ്റി. അപ്പൊ അടുത്ത നിമിഷം ശരിക്കും ഹീറോയുടെ അമ്മയുടെ സോള് അതങ്ങനെ വിസിബിൾ ആയിട്ട് വരികയാണ്. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഒരു പക്ഷേ ഈ ഒരു ഹോലോ അതാവും അമ്മയുടെ രൂപം അത് വീണ്ടും ക്രിയേറ്റ് ചെയ്തതെന്ന് അവൻ ചിന്തിക്കും. അതിന് സോൾ റീപ്പർ പറയും, അല്ല, അത് നിന്റെ അമ്മയുടെ യഥാർത്ഥ സോൾ തന്നെയാണ്. അവസാനമായിട്ട് അവർ നിന്നോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. ആ നിമിഷം ഹീറോയുടെ അമ്മ പറയും, എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ മകനാണ്. ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. എൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾക്കും അവൻ ശരിക്കും ഒരു തുണയായി തീരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരൊക്കെ ഇല്ലെങ്കിലും അവർക്ക് എൻ്റെ മകനുണ്ടാവും. അത്രയും പറഞ്ഞ് അവൻ്റെ അമ്മ പതിയെ ഇൻവിസിബിൾ ആവും. അത് കണ്ട ഹീറോയ്ക്കാണെങ്കിൽ സഹിക്കില്ല. അവൻ വീണ്ടും വീണ്ടും ദേഷ്യത്തിൽ ആ ഹോളോയെ അറ്റാക്ക് ചെയ്യും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒറീബ അവളാണെങ്കിൽ ആ മഴയത്ത് കൊടയൊക്കെ ചൂടി എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ നടക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇപ്പൊ ഹീറോയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അവനോടുള്ള സ്നേഹം അതിപ്പോ പതിയെ പതിയെ അവളുടെ മനസ്സിൽ കൂടും. കട്ട് ചെയ്ത ഹീറോയുടെ മനസ്സിൽ ഇപ്പോ ആ ഒരു ഹോലോയോട് ഒരുപാട് ദേഷ്യവും കലിയും മാത്രമാണ്. സോ അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ആ സ്ക്വാഡ് വെച്ച് അവൻ ആ ഹോലയെ ആഞ്ഞു വെട്ടുകയാണ്. ആ ഹോലയാണെങ്കിൽ പരുക്ക് പറ്റി അവിടുന്ന് ജീവനും കൊണ്ട് ഓടും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും അതിനെ വെറുതെ വിടാനായിട്ട് മനസ്സ് വരില്ല. റുഖ്യയാണെങ്കിൽ അവനെ സ്റ്റോപ്പ് ചെയ്യും. പ്ലീസ്, ദയവ് ചെയ്ത് നീ അതിന്റെ പിന്നാലെ പോകരുത്. ഓൾറെഡി നിനക്കിപ്പോ ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇനിയും അതിന്റെ പിന്നാലെ പോയി നിന്റെ അവസ്ഥ അത് കൂടുതൽ വേഴ്സ്റ്റ് ആക്കാൻ പാടില്ല. നിനക്ക് 2 സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. അമ്മയ്ക്ക് പകരം നീ വേണം അവർക്ക് സ്നേഹവും കരുതലൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ. അതൊരു കാരണവശാലും നീ മറക്കരുത്. ഹീറോയ്ക്കാണെങ്കിൽ അതിനെ കൊല്ലാതിരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്താ, അവനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ശക്തിയില്ല. അവൻ തളർന്ന് താഴേക്ക് വീഴും. ഉടനെ ആ സോൾ റീപ്പർ അതാണെങ്കിൽ ഇപ്പൊ അവളുടെയും ഹീറോയുടെയും അടുത്തേക്ക് വരും. അവൻ പറയും, നിങ്ങൾ 2 പേരും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അതിപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അത് തകർക്കാൻ മാത്രം ഞാനൊരു ക്രൂരനല്ലാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. അത് കാണുമ്പോൾ അവൾക്കൊരു വല്ലാത്ത സന്തോഷം. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കണ്ണു തുറന്ന ഹീറോ അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അമ്മയുടെ കല്ലറയിലേക്ക് വന്ന് അമ്മയോട് മാപ്പ് പറയാണ്. ഐ എം സോറി. അമ്മ ഇല്ലാതാക്കിയ ആ ഒരു ഹോലോയെ അതിനെ എനിക്ക് കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല. അവനത് പറഞ്ഞ് ഒരുപാട് ദുഃഖത്തോടെ തല താഴ്ത്തി നിൽക്കുമ്പോൾ അവന്റെ പപ്പ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിക്കും. നീ ഇനി ഒരിക്കലും കരയാനായിട്ട് പാടില്ല. ജീവിച്ചിരിക്കുന്നവരുടെ ഏക ആശ്വാസം അത് നീ മാത്രമാണ്. നിന്നിലാണ് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്റെയും പ്രതീക്ഷ അത് നിന്നിലാണെന്ന് പറഞ്ഞ് ആളൊരു സിഗരറ്റ് എടുത്ത് കത്തിക്കും. അതിനുശേഷം അവന്റെ അമ്മയും പപ്പയായിട്ടുള്ള ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആളങ്ങനെ സംസാരിക്കുകയാണ്. അതിന് ഹീറോ ആണെങ്കിൽ പപ്പയോട് പറയും, അമ്മ മരിക്കാൻ കാരണക്കാരൻ അത് ഞാനാണ്. നിങ്ങൾക്കാർക്കും എന്നോട് ദേഷ്യവും വെറുപ്പും ഒന്നും ഇല്ലേ? അതിനവന്റെ പപ്പ ആളാണെങ്കിൽ കാല് മടക്കി ഒരു ചവിട്ട് വെച്ച് കൊടുക്കും. നീ അറിഞ്ഞുകൊണ്ട് അവൾ ഒരിക്കലും കൊന്നിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നു. നിന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത്രയും സ്നേഹമുള്ള നിന്നെ ഞങ്ങൾ വെറുത്ത അവൾ ഒരിക്കലും ഞങ്ങളോട് പൊറുക്കില്ല എന്ന് പറഞ്ഞ് എന്റെ പപ്പയാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് റുക്കിയ അവൾ ഇതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അങ്ങനെ തലയുയർത്തി അവളെ നോക്കുകയാണ്. അതിനുശേഷം അവളോട് പറയും, എനിക്കിനിയും ഒരു സോൾ റീപ്പറായിട്ട് തന്നെ തുടരണം. എല്ലാ ഹോളോവേഴ്സിനെയും എനിക്ക് ഇല്ലാതാക്കണം. എസ്പെഷ്യലി ആ ഗ്രാൻഡ് ഫിഷറിനെ. അവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി അവള് അവനെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.